Hi my dear students, ഈ വീഡിയോയിൽ ഇംഗ്ലീഷിലെ നരേഷൻ അതുപോലെ റൈറ്റ് അപ്പ് റിവ്യൂ ഈ മൂന്ന് വീഡിയോസാണ് ചെയ്യുന്നത്. കുട്ടികൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നരേഷൻ നോക്കാം. നമ്മൾ ഒരു സംഭവം വേറൊരാളോട് വിവരിക്കുന്നതാണ് നരേഷൻ എന്ന് പറഞ്ഞാൽ വിവരണമാണ്. അത് ക്വസ്റ്റ്യനിൽ അത് കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ ആരോടാണ് എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത് എന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണം. ചിലപ്പോൾ ചില സംഭവങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാനാവും, അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സിനോടോ പാരൻസിനോടൊക്കെ പറയാനുള്ള രീതിയിലാവും ആ സംഭവം പറഞ്ഞിട്ടുണ്ടാവുക ക്വസ്റ്റ്യന്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ ഇതിൻ്റെ ആൻസർ എഴുതാം. അപ്പോൾ നാരേറ്റീവ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഗിവ് എ ക്യാച്ചി ആൻഡ് കൺസൈസ് ഹെഡിങ്. അതിന് നല്ലൊരു ഹെഡിങ് കൊടുക്കണം. നമ്മൾ വിവരിക്കുന്ന ഈ സംഭവത്തിന് നല്ലൊരു ഹെഡിങ് കൊടുക്കണം. അതുപോലെ യൂസ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ ആൻഡ് ചേഞ്ച് ദി പെർസ്പെക്റ്റീവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ പറയുന്ന ആരൊക്കെയാണ്, എന്തൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് പറയാനുള്ളത്, ആ പേഴ്സൺ, ആ ഒരു സംഭവങ്ങൾ അതിനനുസരിച്ച് എഴുതണം. അതുപോലെ സ്റ്റാർട്ട് ദി നരേഷൻ വിത്ത് ആൻ അട്രാക്റ്റീവ് ഓപ്പണിംഗ് സെൻറ്റൻസ്. നല്ലൊരു ഓപ്പണിംഗ് സെൻറ്റൻസ് വേണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള സെൻറ്റൻസ് വേണം. ഡിസ്ക്രൈബ് ദി സെറ്റിങ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി. ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള വിവരണമാണ് കൊടുക്കേണ്ടത്. ആഡ് ഫിഗറേറ്റീവ് യൂസേജസ് ആൻഡ് വെറൈറ്റി ഓഫ് സെൻറ്റൻസസ്. സെൻറ്റൻസിലുള്ള വെറൈറ്റി. അതുപോലെ വൈൽ കീപ്പിംഗ് ഓഫ് ദി ഫ്ലോ ഓഫ് ദി സ്റ്റോറി ട്രൈ ടു അവോയ്ഡ് അൺനെസസറി എക്സ്പ്ലനേഷൻസ്. അതായത് നമ്മളിത് എഴുതുന്ന സമയത്ത് ആവശ്യമില്ലാത്ത വിവരണങ്ങളൊക്കെ ഒഴിവാക്കണം. ഡയറക്റ്റ് സ്പീച്ച് ഡയലോഗ്സ് ക്യാൻ ബി പോസിബിൾ വിത്തിൻ ദി നരേഷൻ. ഡയറക്റ്റ് ആയിട്ടുള്ള നേരിട്ട് പറയുന്ന സ്പീച്ച് ഡയലോഗുകൾ ഉപയോഗിക്കാം ഇതിൽ. ഗീവ് ആൻ എഫക്റ്റീവ് എൻഡിങ്. നല്ലൊരു എൻഡിങ്, അവസാനവും നല്ലൊരു എൻഡിങ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് യു ആർ ദി ഡോക്ടർ ഇൻ ദി സ്റ്റോറി സ്നേക്ക് ആൻഡ് ദി മിറർ. യു വെർ അറ്റ് യുവർ വർക്ക് പ്ലേസ് അവേ ഫ്രം യുവർ ഹോം വെൻ ദി സ്നേക്ക് ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്. After reaching home, you narrate the whole incident to your mother. Prepare the likely narrative. അതായത് സ്നേക്ക് ആൻഡ് മിറർ എന്ന സ്റ്റോറിയിലെ ഡോക്ടറാണ് നിങ്ങളെന്ന് സങ്കല്പിക്കുക. അതാണ് ചോദ്യം. എന്നിട്ട് നിങ്ങൾ അതിൽ സംഭവിച്ച ആ സംഭവം, സ്നേക്ക് ഇൻസിഡൻറ്റ് നടക്കുന്നത് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറയുന്നതാണ് ഇതിലെ വിവരിക്കാനുള്ളത്. അമ്മയോട് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതാണ് ചോദ്യം. അപ്പോൾ നല്ലൊരു ഹെഡിങ് കൊടുക്കുക. ദി മിറർ ദാറ്റ് സേവ്ഡ് മൈ ലൈഫ്. എൻ്റെ ജീവൻ രക്ഷിച്ച കണ്ണാടി എന്നാണ് അതിൻ്റെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ അമ്മയോട് വിവരിക്കുകയാണ്. മോം അമ്മയെന്ന് വിളിക്കുന്നു. കം ആൻഡ് സിറ്റ് വിത്ത് മീ ഫോർ എ വൈൽ. ഐ വിൽ ടെൽ യു അബൌട്ട് എ ഹൊറിബിൾ ബട്ട് സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ് ലാസ്റ്റ് വീക്ക്. യെസ്, ഐ ആം ഹിയർ വിത്ത് യു. ടെൽ മീ സൺ വാട്ട് ഹാപ്പൻഡ്. അമ്മയോട് പറയുകയാണ്, ഇവിടെ വന്നിരിക്കുമോ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം പറയാം. അപ്പോൾ അമ്മ എന്താണ് മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റ് സ്പീച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. യെസ്, ഐ ആം ഹിയർ വിത്ത് യു എന്നുള്ളത്. അപ്പോൾ മോം, ഇറ്റ് വാസ് അറൗണ്ട് 10 o'clock in the night. ഐ ജസ്റ്റ് റിട്ടേൺ ടു മൈ റൂം ആഫ്റ്റർ ഹാവിങ് മൈ മീൽ അറ്റ് എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അമ്മയോട് പറയാണ്, 10 മണിയോടുകൂടി ഞാൻ എൻ്റെ റൂമിലേക്ക് വന്ന സമയം, യു നോ മൈ റൂം വാസ് ഫുൾ ഓഫ് റാറ്റ്സ്. എൻ്റെ റൂമിൽ ഒരുപാട് എലി ഉണ്ടായിരുന്നു. വി വെയർ ലൈക്ക് ഷെയറിങ് ഫ്രണ്ട്സ്. ഐ വാസ് പ്രിപ്പയറിങ് ടു ഗോ ടു ബെഡ്. ഇറ്റ് വാസ് വെരി ഹോട്ട്. ഐ വെൻറ്റ് ടു ഗോ ടു ഗെറ്റ് സം കോൾഡ് ആൻഡ് ഫ്രഷ് എയർ ബട്ട് ഇറ്റ് വെയിൻ ആസ് നോ വിൻഡ്. അപ്പോൾ ചൂടെടുത്തപ്പോൾ ഞാൻ കുറച്ച് സമയം റൂമിൻ്റെ പുറത്തിറങ്ങി. ഐ വെൻ ബാക്ക് ടു ദി റൂം ആൻഡ് സാറ്റ് ഇൻ എ ചെയർ ലുക്കിംഗ്. വീണ്ടും റൂമിലേക്ക് വന്ന് ലുക്കിംഗ് ഇൻ ടു ദി മിറർ. ഞാനൊരു ചെയറിൽ ഇരിക്കുകയായിരുന്നു, കണ്ണാടിയിൽ നോക്കിയിട്ട്. ഇൻ ദി ലൈറ്റ് ഓഫ് ദി കെറോസിൻ ലാമ്പ് ഐ സോ മൈസെൽഫ് ആസ് എ ഹാൻസം യങ് മാൻ. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എന്നൊന്നായിട്ട് തോന്നി. വൈൽ ഐ വാസ് സിറ്റിംഗ് ദെയർ തിങ്കിങ് അബൌട്ട് ഇൻക്രീസിങ് മൈ ബ്യൂട്ടി. ഞാൻ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹേർഡ് എ തഡ്. ഐ തോട്ട് ഇറ്റ് വുഡ് ബി എ റാറ്റ്. ഒരു മുട്ട് അല്ലെങ്കിൽ ഒരു ഒച്ച തട്ടൽ കേട്ടു എന്ന്. അപ്പോൾ ഞാനൊരു എലി ആയിക്കുമെന്ന് വിചാരിച്ച് അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ വാട്ട് വാസ് ഇറ്റ് മൈ സൺ. വീണ്ടും ഡയറക്റ്റ് സ്പീച്ചാണ്. മോം ചോദിക്കുകയാണ്, എന്താണ് മോനെ അത്. ഇറ്റ് വാസ് എ ഫുൾ ബ്ലഡഡ് കോബ്ര. അതൊരു മൂർഖൻ പാമ്പായിരുന്നു എന്നുള്ളത്. ബിഫോർ ഐ റിയലൈസ്ഡ് ദി ഡേഞ്ചർ ഇറ്റ് ഹാഡ് ഓൾറെഡി റീച്ച്ഡ് ഓൺ മൈ ഷോൾഡർ ആൻഡ് ദെൻ കോയിൽഡ് ഓൺ മൈ ലെഫ്റ്റ്. മുകളിൽ നിന്ന് വീഴുകയാണ് അയാളുടെ കയ്യിലേക്ക് കേട്ടോ. Mom, it was only 3 or 4 inches away from my face and it stayed there spreading its hood. അപ്പോൾ എൻ്റെ മുഖത്തിനടുത്ത് 3 or 4 ഇഞ്ച് അകലെ, മുഖത്തിൻ്റെ അകലെ നിന്നിട്ട് അത് പത്തി വിടർത്തുന്നത് പോലെ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഹൊറിബിൾ. വാട്ട് ഡിഡ് യു ഡു മൈ ഡിയർ. എന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് അമ്മ ചോദിക്കുകയാണ്. ബട്ട് സീയിങ് ഇറ്റ്സ് റിഫ്ലക്ഷൻ ഇൻ ദി മിറർ. കണ്ണാടിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ട്. കോബ്ര കണ്ണാടിയിൽ അതിനെ തന്നെ കണ്ടു. ദി സ്നേക്ക് ലെഫ്റ്റ് മീ ആൻഡ് സ്ലിറ്റഡ് ടുവേർഡ്സ് ദി മിറർ.
അത് എന്നെ വിട്ടിട്ട് കണ്ണാടിയുടെ നേരെ തിരിഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഐ റഷ്ഡ് ഔട്ട് ഓഫ് ദി റൂം ആൻഡ് റാൻ ഫോർ മൈ ലൈഫ് ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അയാൾ പറയുന്ന വിവരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി വിവരണം പറയാം. Where did you go in that night, my son? അമ്മ ചോദിക്കുകയാണ്. I went to my friend's room and stayed there at that night. അതായത് അമ്മ ചോദിക്കുന്നത് ഞാൻ അന്ന് രാത്രി എവിടെയാണ് കിടന്നത്, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയി എന്നുള്ളതാണ്. Having decided to shift a new room, next morning we went to take all my things. പിറ്റേന്ന് രാവിലെ എല്ലാ സാധനങ്ങളും എടുക്കാൻ ഞാൻ റൂമിൽ വന്നു. But some thieves had already cleaned out everything. പക്ഷേ അതിനു മുമ്പ് കള്ളം കയറി റൂമിലെ സാധനം കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഹാവ് യു ലോസ്റ്റ് എനിത്തിങ് വാല്യുബിൾ? നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? നോ മോം, ഇല്ല. ഓൺലി സം യൂസ്ഡ് ആൻഡ് ഡേർട്ടി ക്ലോത്ത്സ്. കുറച്ച് ഡേർട്ടി ക്ലോത്ത്സ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടു. ഇറ്റ്സ് ഓക്കെ, ഗോഡ് സേവ്ഡ് യു ആൻഡ് യുവർ ഫ്രണ്ട് ഹെൽപ്ഡ് യു. അപ്പോൾ അമ്മ പറയാണ് ദൈവം നിന്നെ രക്ഷിച്ചു, അതുപോലെ നിൻ്റെ ഫ്രണ്ട് നിന്നെ സഹായിച്ചു. എന്നിട്ട് നല്ലൊരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിട്ടുള്ള സംഭവം ലാസ്റ്റ് പറയുന്നത്. ഐ തിങ്ക് ദി സ്നേക്ക് ഹാഡ് ദി സെയിം വീക്ക്നെസ് ആസ് യുവേഴ്സ്. അമ്മ മോനോട് പറയാണ് ആ പാമ്പിന് നിന്നെ പോലെ തന്നെ കണ്ണാടി ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഡ്രീമിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ, കണ്ണാടിയുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എൻഡിങ്ങും ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണോ ചോദ്യത്തിൽ പറയുന്നത് അത് നമുക്ക് വിവരിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ള SCRT ക്വസ്റ്റ്യൻ പൂളിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ, ഇമാജിൻ ദാറ്റ് വാങ്കാസ് ഗ്രാൻഡ് ഫാദർ റിസീവ്ഡ് ദി ലെറ്റർ. വാട്ട് വിൽ ഹീ ഡു ദെൻ? ഹീ ടുക്ക് സം ഡെസിഷൻസ്. നൗ കണ്ടിന്യൂ ദി സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. അത് വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ ആ ലെറ്റർ വാങ്ങിയെന്ന് സങ്കല്പിക്കുക, സ്വീകരിച്ചെന്ന് സങ്കല്പിക്കുക. അയാൾ എന്ത് ചെയ്യും, എന്ത് തീരുമാനമാണ് അയാൾ എടുക്കുന്നത്? അപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള വാക്കിൽ എഴുതാനാണ് പറയുന്നത് ആ കഥ. Well, the doctor in the story, the snake and the mirror, reaches his friend's house at night. He tells his friend what had happened. Read the likely narrative. Well, ഡോക്ടർ സ്നേക്ക് ആൻഡ് മിറർ എന്ന സ്റ്റോറിയിലെ ഡോക്ടർ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി രാത്രി. ആ സമയത്ത് ഫ്രണ്ടിനോട് എങ്ങനെയായിരിക്കും ഈ കഥ വിവരിച്ചിട്ടുണ്ടാകുക, അത് എഴുതുക. അടുത്തത്, ഇമാജിൻ ദാറ്റ് യു വിറ്റ്നസ്ഡ് ദി ഷൂട്ടിംഗ് ഇൻ നോട്ടൺ ഗ്രാം. How will you explain the preparations and the shooting you have seen there to one of your friends? Prepare it in the form of a narrative. അതായത് നോട്ടൺ ഗ്രാമിൽ നടന്ന ഷൂട്ടിംഗ് നിങ്ങളത് ദൃക്സാക്ഷിയായി നോക്കുക. ഹൗ വിൽ യു എക്സ്പ്ലെയിൻ, നിങ്ങളത് എങ്ങനെ വിവരിക്കുമെന്നുള്ളതാണ് ഫ്രണ്ട്സിനോട്. അതുപോലെ അടുത്ത്, യു ഹാവ് റീഡ് ദി സ്ക്രീൻ പ്ലേ മൈ സിസ്റ്റേഴ്സ് ഷൂസ്. റീറ്റെൽ ദിസ് ആസ് എ സ്റ്റോറി ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ്. മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന സ്ക്രീൻ പ്ലേയിലുള്ള സംഭവം നിങ്ങളുടെ ഫ്രണ്ടിനോട് വിവരിക്കാം. അതുപോലെ നെക്സ്റ്റ്, യു ഹാവ് ഹേർഡ് ദി സ്റ്റോറി ഓഫ് മിസ്റ്റർ ജോൺ വൈൽ ഹി ലിവ്ഡ് ഇൻ ലണ്ടൻ. യു ടോൾഡ് ദി സ്റ്റോറി ടു വൺ ഓഫ് യുവർ ഫ്രണ്ട്സ്. മിസ്റ്റർ ജോൺ ലണ്ടനിൽ ജീവിച്ചിരുന്ന സമയത്ത് ആ സ്റ്റോറി അത് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുക. നെക്സ്റ്റ്, ദി നരേറ്റർ വാസ് സോ ഹാപ്പി ടു നോ ദാറ്റ് മിസ്റ്റർ ജോൺ വാസ് ദി സെയിം യങ് മാൻ ഹു he had saved years ago. Reaching back in his room, he narrated the whole incident to his wife. Narrate the story in your own words. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിനെ ആ സ്റ്റോറിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത്, മാർത്ത ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ടു ഗെറ്റ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. Narrate the incident that happened before the declaration of award of the scholarship jacket. Next, the play, the book that saved the earth, tells us about a failed endeavor of Martians to invade the earth. Narrate the incidents that happened in the Mars space control. 9, prepare a narrative describing the attitude of the members in the family towards the rabbit Adolf. Last, based on the passage My Childhood Days, narrate the childhood events as explained by Tagore. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക, നിങ്ങളുടെ സ്റ്റോറീസൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക. അതിനനുസരിച്ച് അതിൽ ക്വസ്റ്റ്യൻസിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ച് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് റിവ്യൂ നോക്കാം. അവലോകനം തയ്യാറാക്കുക എന്ന് പറയും. അതായത് എന്തെങ്കിലും സ്റ്റോറിയോ പോയം കവിതയോ ഒക്കെ തന്നിട്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക. റിവ്യൂ, ഒരു അവലോകനം തയ്യാറാക്കുക എന്ന് പറയും. അപ്പോൾ ഈ റിവ്യൂ ഈസ് എ ഡിസ്കഷൻ ഓൺ എ പീസ് ഓഫ് ടെക്സ്റ്റ്, ഫിലിം, പ്ലേ. അതായത് നമ്മൾ ഒരു ഡിസ്കഷൻ, ഒരു ചർച്ചയാണ്, ഒരു അവലോകനമാണ്. എന്തിനെക്കുറിച്ചുള്ള ഒരു ഫിലിം ആവാം, അതുപോലെ നാടകമാവാം, സ്റ്റോറി ആവാം. ഇറ്റ്സ് എ ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് ദി പ്ലോട്ട്. നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും ക്രിറ്റിക്കലായിട്ട് വിമർശിക്കാം.
അതിലെ ക്യാരക്ടേഴ്സിന്, സെറ്റിംഗ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ, അത് അവതരിപ്പിച്ച രീതി, യൂസ് ഓഫ് ലാംഗ്വേജ്, അതിലെ ഭാഷ. എ റിവ്യൂ ഈസ് ദി reviewer's study of assessment of the subject and its result may be presented in a supporting or opposing manner, agreeing or disagreeing with the author or creators of the subject. റിവ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം, നടക്കുന്ന ആ സംഭവം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലും ആ ഓതറിനെ, ക്രിയേറ്ററിനെ വിമർശിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു റിവ്യൂ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഐഡൻറ്റിഫൈ ദി ടെക്സ്റ്റ് ആൻഡ് ദി തീം. പറഞ്ഞിട്ടുള്ള ആ തീം, അതിലെ പ്ലേയിലാണെങ്കിലോ അല്ലെങ്കിൽ ഫിലിം ആണെങ്കിലൊക്കെ ആ തീം ശ്രദ്ധിക്കുക. അതുപോലെ ഇൻ്റർപ്രറ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് മീനിങ് ഓൺ ദി ടെക്സ്റ്റ്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, എല്ലാ ഭാഗത്തു നിന്നുള്ള അതിൻ്റെ മീനിങ്ങൾ നോക്കണം. ഐഡൻറ്റിഫൈ ഇമേജസ്, സിമ്പിൾസ്, ക്യാച്ചി എക്സ്പ്രഷൻസ്. അതിലുള്ള ഇമേജസ്, ചിത്രങ്ങൾ, സിമ്പിൾസ്, അടയാളങ്ങൾ, അതുപോലെ ക്യാച്ചി എക്സ്പ്രഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ബ്രിങ് ഇൻ പേഴ്സണൽ ഒബ്സർവേഷൻസ് ആൻഡ് വ്യൂസ്, വ്യക്തിപരമായ നിരീക്ഷണങ്ങളൊക്കെ, അതുപോലെ കാഴ്ചപ്പാട്. അറ്റൻഷൻ ഗ്രാബിംഗ് ബിഗിനിങ് ആൻഡ് എൻഡിങ്, തുടക്കത്തിലും അവസാനത്തിലുള്ള അതിൻ്റെ നല്ലൊരു സെൻറ്റൻസ് ആയിട്ട് കൊടുക്കുക. മേക്ക് എ ഗുഡ് ക്യാരക്ടർ അനാലിസിസ്, നല്ലൊരു ഗുഡ് ക്യാരക്ടർ അനാലിസിസ് കൂടി നടത്തുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡൺ ചെക്കോവ് സ്റ്റോറി വാങ്ക സബ്റ്റ്ലി റൈസസ് ക്വസ്റ്റ്യൻസ് അഗെയിൻസ്റ്റ് ദി സോഷ്യൽ എവിൾ ഓഫ് ചൈൽഡ് ലേബർ. Write a review of the story focusing on the theme and the character of the 9-year-old boy Vanga. ആൻഡൺ ചെക്കോവിൻ്റെ സ്റ്റോറി വാങ്ക. അപ്പോൾ അതിൽ ചൈൽഡ് ലേബറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു റിവ്യൂ, അവലോകനം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള വാങ്ക റിവ്യൂ എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഇരുന്ന് വാങ്ക ഇസ് എ ഷോർട്ട് സ്റ്റോറി ബൈ ആൻഡൺ ചെക്കോവ്. വാങ്ക എന്ന് പറഞ്ഞാൽ ആൻഡൺ ചെക്കോവിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ്. ദി ഫേമസ് റഷ്യൻ റൈറ്റർ, അയാളെക്കുറിച്ചാണ്, ആൻഡൺ ചെക്കോവിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതുന്നത്. ദി പ്ലോട്ട് ഓഫ് ദി സ്റ്റോറി ഈസ് ദി പ്ലേറ്റ് ഓഫ് ദി ചിൽഡ്രൻ ഹു ആർ വിക്ടിംസ് ഓഫ് ചൈൽഡ് ലേബർ. ഈ സ്റ്റോറി ഇന്ന സംഭവമാണ് പറയുന്നത്, ചൈൽഡ് ലേബറിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. ദി 9-year boy വാങ്ക ഈസ് പ്രസൻറ്റഡ് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ചിൽഡ്രൻ വിക്ടിമൈസ്ഡ് ടു ദി സോഷ്യൽ ലെവൽ ഓഫ് ദി ചൈൽഡ് ലേബർ. അതായത് വാങ്ക എന്ന കുട്ടി ഇതിന് ഉദാഹരണമാണ് ഈ ചൈൽഡ് ലേബറിന്. ഹിസ് ഇന്നസെൻസ് ആൻഡ് ഇഗ്നോറൻസ് വെൻ റൈറ്റിംഗ് ഹോപ്പ്ഫുള്ളി എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് പോസ്റ്റിംഗ് ഇറ്റ് വിത്തൗട്ട് റൈറ്റിംഗ് പ്രോപ്പർ അഡ്രസ് ആൻഡ് സ്റ്റാമ്പ് അപ്പീൽ മച്ച് ടു ദി റീഡേഴ്സ്. അപ്പോൾ അവൻ്റെ നിഷ്കളങ്കത കാണിക്കുന്ന സംഭവം പറയുന്നുണ്ട്, അവൻ ഗ്രാൻഡ് ഫാദറിന് ലെറ്റർ എഴുതിയതൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് എഴുതി വെക്കാം. വെൻ ഹിസ് മദർ ഡൈഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ സെൻഡ് ഹിം ടു മോസ്കോ. അവൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത്, അമ്മ മരിക്കുന്ന സമയത്ത് അവനെ ഗ്രാൻഡ് ഫാദർ മോസ്കോയിലേക്ക് അയക്കുന്നു. ഹി കുഡ് നോട്ട് കംപ്ലീറ്റ് ഹിസ് പ്രൈമറി എഡ്യൂക്കേഷൻ. അവൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹി വാസ് അപ്രന്റീസ്ഡ് ടു അല്യാക്കിൻ എ ഷൂ മേക്കർ. ഹിസ് മാസ്റ്റർ അല്യാക്കിൻ ആൻഡ് ഹിസ് വൈഫ് ട്രീറ്റഡ് ഹിം ക്രൂവലി. അവൻ എത്തപ്പെടുന്നത് ഒരു ഷൂ മേക്കറുടെ അടുത്താണ്, അല്യാക്കിൻ എന്ന് പറയും. അദ്ദേഹം ഭാര്യയും അവനോട് ക്രൂരമായിട്ട് പെരുമാറി. ഹാഡ് ടു ഡു ഓൾ ദി ഹൗസ് ഹോൾഡ് വർക്ക്, വീട്ടിലെല്ലാ പണിയും ചെയ്തു. ദേ ബീറ്റ് ഹിം ഓഫൺ ഫോർ സില്ലി മാറ്റേഴ്സ്, ചെറിയ കാര്യങ്ങൾക്ക് വരെ അവനെ അടിച്ചു. ഹി വാസ് നോട്ട് പ്രൊവൈഡഡ് ഗുഡ് ഫുഡ് ഓർ പ്ലേസ് ടു സ്ലീപ്പ്. നല്ല ഫുഡോ ഉറങ്ങാൻ സ്ഥലമോ കൊടുത്തില്ല. അതർ apprentices made fun of him. They forced him to steal cucumber and persuaded him to buy vodka from the tavern. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കതിൽ എഴുതി വെക്കാം. അതിൻ്റെ ആ ഒരു സ്റ്റോറി ഇവിടെ റിവ്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതും കൂടി വായിക്കാം. ഇൻ ഷോർട്ട്, ദി ലിറ്റിൽ ബോയ്സ് ലൈഫ് ഇൻ മോസ്കോ വാസ് വേഴ്സ് ദാൻ ദാറ്റ് ഓഫ് ഡോഗ്സ്. ഹി സെഡ് ഇറ്റ് ഇൻ ഹിസ് ലെറ്റർ ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ബെഗ്ഡ് ഹിം ടു കം ആൻഡ് സേവ് ഹിം ഫ്രം അല്യാക്കിൻ. ഗ്രാൻഡ് ഫാദറിനോട് രക്ഷിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. He also had very strong nostalgic feeling of his village life. Especially at the time of Christmas, he liked very much his grandfather's dogs and Miss Olga. അപ്പോൾ ക്രിസ്മസിൻ്റെ സമയം അവൻ മിസ് ചെയ്യണം അവൻ്റെ ഗ്രാമം. His sufferings and his workplace and feeling of homesickness he mentioned in his letter are enough for the readers to experience the grief states of the child labours. അപ്പോൾ ഇവൻ്റെ ചൈൽഡ് ലേബറിനെ കുറിച്ചാണ് കൂടുതലും ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ മുത്തച്ഛന് കത്ത് എഴുതിയിട്ട് രക്ഷിക്കാൻ പറയുകയാണ്. ഹിസ് ബെഗിങ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹിസ് പ്രോമിസസ് ആർ ഇനഫ് ടു ക്രിയേറ്റ് എ ഡിജക്റ്റഡ് ആൻഡ് ഫുൾ മൂഡ് ഇൻ റീഡേഴ്സ് മൈൻഡ് ആൻഡ് വെറ്റ് ദെയർ ഐസ്. അത് വായനക്കാരുടെ കണ്ണ് നിറക്കുന്ന തരത്തിലുള്ളൊരു ലെറ്റർ. ആൻഡൺ ചെക്കോവ് ഹാസ് സക്സീഡഡ് ഇൻ മേക്കിംഗ് എവരി റീഡർ ഓഫ് വാങ്ക കേഴ്സ് സെവിയർലി ദി എവിൽ ഓഫ് ചൈൽഡ് ലേബർ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എഴുതിയ ശ്രദ്ധിക്കുക, ആൻഡൺ ചെക്കോവ് ഹാസ് സക്സീഡഡ്. ആൻഡൺ ചെക്കോവ് വിജയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇത് റെഡിയാക്കുന്നതിൽ എന്നുള്ള ഒരു കാര്യത്തിൽ.
അപ്പോൾ നമുക്ക് റിവ്യൂ തയ്യാറാക്കാൻ പറഞ്ഞാൽ എന്ത് സംഭവമാണോ പറയുന്നത് ആ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഓഥറെക്കുറിച്ചോ ഫിലിം ആണെങ്കിൽ അതിൻ്റെ ഡയറക്ടറെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതിലെ കണ്ടൻറ്റ് പറയണം. എന്നിട്ട് ലാസ്റ്റ് ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ മേക്കർ സക്സീഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു സെൻറ്റൻസ് എഴുതി കൊടുക്കുക. ഇനി ക്വസ്റ്റ്യൻ ബോളിന് എടുത്ത ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഒന്ന്, മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഡെപിക്ട്സ് ഫോർ സീൻസ് ഓഫ് എ ഫാമിലി ഡ്രാമ ഓഫ് ദി ഫിലിം ചിൽഡ്രൻ ഓഫ് ഹെവൻ ബൈ മജീദ് മജീദി. വാട്ട് യു തിങ്ക്? പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദി സ്ക്രീൻ പ്ലേ. 2, ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് is a typical story of an investment made by the author. Prepare a review of the story based on the theme, characters and plot of the story. നെക്സ്റ്റ് നമുക്ക് റൈറ്റപ്പ് മീൻസ് കുറിപ്പ് തയ്യാറാക്കാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. കുറിപ്പ് തയ്യാറാക്കുന്നതാണ്. അതും ഒരു സംഭവം തന്നാൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാവുന്ന പോലെ എഴുതാം. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നോക്കാം. എ ക്വസ്റ്റ്യൻ ടു മേക്ക് എ റൈറ്റപ്പ് ഈസ് മീൻ ടു എക്സ്പ്രസ് യുവർ പേഴ്സണൽ വ്യൂസ് ആൻഡ് ഐഡിയാസ് അബൌട്ട് എ പേഴ്സൺ. നമ്മളുടേതായിട്ടുള്ള കാഴ്ചപ്പാടും ആശയങ്ങളുമാണ് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. എ ബുക്ക് അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു മനുഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ എ ബുക്ക് എഴുതാൻ പറഞ്ഞിട്ടുള്ള എന്തിനെക്കുറിച്ചാണോ അതാണ് എഴുതേണ്ടത്. ഒരു ബുക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആൻ ഇവൻറ്റ്, ഒരു സംഭവം, എ ഫിലിം അല്ലെങ്കിൽ എ ക്യാരക്ടർ, കഥാപാത്രം. അപ്പോൾ എന്തിനെക്കുറിച്ച് നമ്മോട് ചോദിക്കാം, അതിനെക്കുറിച്ച് നമ്മളുടേതായിട്ടുള്ള ഐഡിയാസും കാഴ്ചപ്പാടുമാണ് എഴുതേണ്ടത്. യുവർ പേഴ്സണൽ ഒപ്പീനിയൻ ഈസ് ഹൈലൈറ്റഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി സബ്സ്റ്റാൻഷിയേറ്റഡ് ബൈ എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലനേഷൻസ്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ എഴുതുമ്പോൾ അതിൽ നമുക്ക് ഉദാഹരണം എഴുതാം, നമ്മളുടെ വിവരണങ്ങളും കൊടുക്കാം. ട്രൈ ടു സ്റ്റാർട്ട് വിത്ത് എ സ്ട്രൈക്കിംഗ് പോയിൻറ്റ്. നല്ലൊരു പോയിൻ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇൻക്ലൂഡ് ഓൾ റിലവൻറ്റ് പോയിൻറ്റ്സ് ആൻഡ് അറേഞ്ച് ദം സീക്വൻഷ്യലി. അതായത് എല്ലാ പോയിൻറ്റുകളും റെലവൻറ്റ് പോയിൻറ്റ്സ്, പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ സെൻറ്റൻസ്. വളരെ സിമ്പിൾ ആൻഡ് ലളിതമായിട്ടുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. കൺക്ലൂഡ് എഫക്റ്റീവ്ലി വിത്ത് യുവർ പേഴ്സണൽ ഒപ്പീനിയൻ. അത് അവസാനിപ്പിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായം എഴുതാം, അല്ലെങ്കിൽ അഡ്വൈസ് എഴുതാം, ഉപദേശം എഴുതാം. ബട്ട് ഇൻ എ വേ ഹാവിങ് എ ജനറൽ അക്സെപ്റ്റൻസ്. എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. നല്ലൊരു ടൈറ്റിലും കൊടുക്കണം, അതിനൊരു ഹെഡിങ്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് സ്റ്റീരിയോടൈപ്സ്. ദി പ്രോബ്ലം വിത്ത് സ്റ്റീരിയോടൈപ്സ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ ബട്ട് ദാറ്റ് they are incomplete. Do you agree to these statements? Prepare a write-up justifying your views in the light of your reading of the speech. The danger of the single story എന്ന സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റൈറ്റപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് സ്റ്റീരിയോടൈപ്സ് ആർ പാർഷ്യൽ ട്രൂത്ത്സ്. സ്റ്റീരിയോടൈപ്സ് പാർഷ്യൽ, അതായത് മുഴുവൻ ശരിയല്ല എന്നുള്ള അർത്ഥത്തിൽ, സത്യമല്ല എന്നുള്ള അർത്ഥത്തിൽ. The single story creates stereotypes and the problem with the stereotypes is not that they are untrue but that they are incomplete എന്ന ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. And she says so in her speech, The Danger of a Single Story. Citing some examples, she very aptly proves the danger of having a single story about a people or countries. അടുത്തത്, As a child, she used to read American and British books. She had convinced that books by their nature should have foreign characters and things with which she should not have any personal identity. But when she got chances to read books by African authors like Chinua Achebe and Kamara Laye, her single idea about books was changed. She realized that people like her, girls with kinky hair and chocolate-colored skin, could also be characters in books. Adichie family had a house boy named Fate. She had heard a lot about his poor and miserable family from her own mother. Thus, Adichie developed in her mind one single story about him, a poor boy from a poverty-stricken family. But when she visited once his house, she found out that they had other abilities of craftsmanship. Fate's brother could make beautifully patterned baskets of dead raffia. Then she realized the foolishness behind her single thought about Fate and his family. When she was 19, Adichie went to America to continue her university studies. Her American roommate had a single story about Africa. She believed African people were poor, uneducated and backward in every field.
They were only a tribal community in need of support from other countries in her single story about Africa. She even did not know that English was the official language of Nigeria and was shocked of hear Adichie good English. She had always a patronizing pity feeling toward Adichie in her single story. Africans were never similar to her or could not be human equals. Similarly, her professor once told her that her characters were not authentically African. He thought an African writer should create African characters and they should be uneducated and starving. He had such a single story about Africans, but all Africans were not always like what he thought. When we analyze her views and the cited examples, we can help agreeing with her. If we have only one idea in our mind about a person or a pupil, that single idea doesn't make the whole of the person or pupil. They have other qualities and abilities that we are not aware of. If we judge people with the single idea we have about them, അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ്, അതൊരു നല്ലൊരു സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഇഫ് വി ജഡ്ജ് പീപ്പിൾ വിത്ത് ദി സിംഗിൾ ഐഡിയ വി ഹാവ് അബൌട്ട് ദം, അവർ ജഡ്ജ്മെൻറ്റ് വിൽ നോട്ട് ഓൾവേസ് ബി കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. അതായത് നമ്മൾ ആളുകളെക്കുറിച്ച് എന്തെങ്കിലും മുൻധാരണ വെച്ച് പുലർത്തിയാൽ ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ്, വേറൊരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദി ടോപ്പിക് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് and compassion bring forth fruitful results. In the light of the story, the best investment I ever made എന്ന സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ആൻ ആക്ട് ഓഫ് കമ്പാഷൻ ദാറ്റ് ചേഞ്ച്ഡ് എ മാൻ. അപ്പോൾ അതും കൂടെ കുറച്ച് വായിച്ചു തരാം. ആക്ട്സ് ഓഫ് ടൈംലി കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ ക്യാൻ ബ്രിങ് ഫോർത്ത് ഫ്രൂട്ട്ഫുൾ ചേഞ്ചസ് ഇൻ പീപ്പിൾ ഹു മേ ബി transgressors or even criminals. When we read this story, The Best Investment I Ever Made, written by Dr. J. Cronin, we will realize the fact further. One of the characters in this story, Mr. John, had led a loose life in his youthful days. He was an orphan and his uncle found a job for him in the town. Soon he forgot his state and started running after pleasures of life beyond his means. To make money, he gambled and even stole some amount from his office. Lost everything, becoming disappointed and anguished and afraid of a possible prosecution for the theft. He finally resorted in a suicide attempt. The timely intervention and help of 3 kind-hearted people, the landlady of the lodge where he stayed, a police surgeon and Dr. J. Cronin brought he back to a fresh life. They felt pity towards the young man who tried to end his life for a mere amount of $7.10. They showed kindness and compassion to him by taking a timely decision to help him. The landlady offered him free food and accommodation for a month. The surgeon was ready to take risk of his position, agreeing not to report his crimes, and Dr. J. Cronin gave him as much money as he needed to put back in his office safe. The timely decision of the 3 people changed Mr. John's mind and he determined to make a fresh start. He submitted the rest of his life for the charity work. The acts of kindness and compassion of the 3 good people saved a young man and he in return lived the rest of his life for others, serving the society with all the virtues of his mind. More practice questions from SCRT question pool എന്നുള്ള കുറച്ച് questions നോക്കാം. ഒന്ന്, imagine that Wanga ran away from the house of Aliakin. Children who suffer a lot at the master's house often do that. Prepare a write-up focusing on child labor and its consequence. അതായത് വാങ്ക എന്ന് പറഞ്ഞ ആ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ്. നെക്സ്റ്റ്, അലി ലോസ്റ്റ് ദി ഷൂസ് ഓഫ് ഹിസ് സിസ്റ്റർ സെഹ്റ. ഹിസ് ഫാമിലി വാസ് ടു പുവർ ടു ബൈ എ ന്യൂ പെയർ ഓഫ് ഷൂസ്. പ്രിപ്പയർ എ റൈറ്റപ്പ് on the poverty that exists in the country and suggest ways to eradicate it. Martha had won the scholarship jacket. She had to face some obstacles to win it. What were the obstacles she had to face?
Prepare a write-up on the difficulties faced by Martha to win the jacket. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.